നമസ്കാരം. വിവ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന ശരിക്കും ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന ഒരു പല രാജ്യത്തുനിന്ന് വന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ മുദ്രാവാക്യം വിളിക്കും. ഇത് തീർന്ന് വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ്. അത് വിവ പാലസ്തീന എന്നാണ്. അപ്പോൾ അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ആ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം ഞങ്ങളെല്ലാവരും വിളിക്കും. അപ്പോൾ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് കേരളീയ വസ്ത്രമാണ്. അപ്പം അനിരുദ്ധ സാറിനോട് കേരളത്തിന്റെ ഡ്രസ്സ് ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ ആ വസ്ത്രം ധരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. എന്നെ സംബന്ധിച്ച് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്, പല പല രാജ്യങ്ങളിൽ നിന്ന്, ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ക്യൂബയിൽ ഒത്തുകൂടി ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ്. മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തിന് കീജയ് വിളിക്കുകയും ആ കീജയ് വിളിച്ചിട്ട് അവിടുത്തെ പ്രസിഡന്റ് അത് ഏറ്റു ചൊല്ലുകയും ചെയ്ത കാര്യം വളരെ അഭിമാന പുരസ്സരം പറയുന്ന ഒരു ഇന്ത്യക്കാരിയാണ് ഈ കാണുന്നത്. ഇത് ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിന്താ ജെറോം എന്ന് പറഞ്ഞ CPM കാരിയാണ്. അവർ ആ CPM കാരിയായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 5 വർഷത്തോളം യുവജന കമ്മീഷൻ ചെയർപേഴ്സണൊക്കെ ആയിട്ടിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് എന്നറിയുക. അതായത് ഈ മണ്ണിൽ ഇവിടുത്തെ ആളുകൾ വേലയെടുത്തുണ്ടാക്കുന്ന കാശിൽ നിന്ന് കൊടുക്കുന്ന നികുതിയിൽ നിന്ന് അവർ ശമ്പളം പറ്റിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ക്യൂബ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ ക്യൂബ കീ ജയ്, അതായത് അവിടുത്തെ ഭാഷയിൽ ക്യൂബ കീ ജയ് വിളിക്കുകയും അത് അവിടുത്തെ ആളുകളും പ്രസിഡന്റ് അടക്കമുള്ളവർ ഏറ്റുചൊല്ലുകയും അതുകൂടാതെ പലസ്തീൻ കീ ജയ് വിളിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള അവരുടെ ആ സ്പിരിറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് സംഖ്യകളാണ് എന്ന് വെക്കാം. ശരി, അത് വിളിക്കേണ്ട. ഇന്ത്യ കീ ജയ് എന്ന് വിളിക്കാമല്ലോ, ഭാരത് കീ ജയ് എന്ന് വിളിക്കാമല്ലോ, ജയ് ഹിന്ദ് എന്ന് പറയാമല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വാക്കോ വാചകമോ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഇന്ത്യക്ക് യാതൊരു ഗുണവുമില്ലാത്ത അങ്ങോട്ട് ഇപ്പോഴും നമ്മൾ പിച്ച കൊടുത്തുകൊണ്ടിരിക്കണം ക്യൂബ പോലുള്ള അപ്പാവി രാജ്യങ്ങൾക്ക്. അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിന് കീ ജയ് വിളിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് പലസ്തീൻ കീ ജയ് വിളിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ കലാപരിപാടികൾ. ഇടയ്ക്ക് ക്യൂബൻ ട്രിപ്പൊക്കെ നടത്തിയിരുന്നു. സ്വന്തം കാശിനായിരിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. ഇനി ഇവരെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരുടെയും വാക്കുകൾ കടമെടുക്കേണ്ട കാര്യമില്ല. CPI-കാരനായ പന്ന്യൻ രവീന്ദ്രൻ എന്നൊരു നേതാവുണ്ട്, ഇപ്പോഴും ഉണ്ട്. അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിൽ വേരോട്ടം ലഭിക്കാത്തത്? തുടക്ക സമയത്ത് കുറച്ച് സ്വാധീനമൊക്കെ അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ടായിരുന്നുവെങ്കിലും സാധാരണ ഏതൊരു പാർട്ടിയും പതുക്കെ വളർന്ന് വലുതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്ന് കീഴ്പോട്ടാണ് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെയോ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകളെയോ രീതികളെയോ ഒന്നും ഞങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് മാറാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. കമ്മ്യൂണിസം എന്നത് വിദേശത്തു നിന്ന് വന്ന ഒന്നാണല്ലോ. ഒരിക്കലും ഒരു സ്വദേശി പാർട്ടിയായിട്ടിരിക്കാൻ അവർക്ക് പറ്റിയിട്ടേ ഇല്ല. ഇന്ത്യ എന്താണെന്നോ ഈ മണ്ണ് എന്താണെന്നോ ഇവിടുത്തെ സംസ്കാരം എന്താണെന്നോ ഇവിടുത്തെ വിശ്വാസം എന്താണെന്നോ മനസ്സിലാക്കാൻ ആ പാർട്ടി അമ്പേ പരാജയപ്പെട്ടു പോയി. അതുതന്നെയാണ് ആ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഇപ്പോഴും അതിൽ നിന്ന് ഒട്ടും മാറാൻ അവർ തയ്യാറാവുന്നില്ല എന്നാണ് ചിന്താ ജെറോമിനെ പോലുള്ളവരുടെ വാക്കുകൾ. അവരവിടെ നിന്ന് കണ്ട രാജ്യത്തിന് കീ ജയ് വിളിച്ചിട്ട് അതെന്തോ വലിയ അഭിമാനത്തോടെ ഇവിടെ നിന്ന് പറയുകയാണ്. സ്വന്തം രാജ്യം ജയിക്കട്ടെ എന്ന് ഒരിക്കൽ പോലും പറയാത്ത ഒരു കൂട്ടരാണ്. നമ്മുടെ ISRO ഒരു വിജയം നേടുമ്പോൾ അതിനെപ്പോലും അഭിനന്ദിക്കാൻ മടിയാണ്. കാരണം അത് ഭരിക്കുന്നവരിലേക്ക് അവർക്കുള്ള അഭിനന്ദനമായി പോകുമോ എന്ന മടി കൊണ്ട്. മറ്റേതെങ്കിലും രാഷ്ട്രത്തലവന്മാർ നമ്മളെ ഇകഴ്ത്തി പറയുമ്പോൾ അതിന് കൈയടിക്കുകയാണ് അവർ. എന്നാൽ നമ്മുടെ മികവുകൾ കാണാതിരിക്കുകയും ചെയ്യുന്നു, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇന്ത്യയെ പുകഴ്ത്തേണ്ടി വന്നാൽ അത് ഇന്ത്യ ഭരിക്കുന്നവരെ പുകഴ്ത്തുന്നത് പോലെ ആകുമോ എന്നവർ ഭയപ്പെടുന്നു. അങ്ങനെ ഭയന്നും പരിഭ്രമിച്ചും കഴിയുന്ന അവർക്ക്, ചിന്തയെപ്പോലുള്ളവർക്ക് ക്യൂബ പോലുള്ളൊരു രാജ്യത്ത് എന്നിട്ട് അവിടെ കീ ജയ് വിളിക്കാൻ ഒരു മടിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പാർട്ടി എന്തുകൊണ്ട് ഉപ്പ് വെച്ച കലം പോലെയായി എന്ന് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ട കാര്യമേ ഇല്ല.